നെക്സ്റ്റ് ഫോർമേഷൻ ഓഫ് ബൈനറി സെർച്ച് ട്രീ ആണ്. അതായത് ബൈനറി സെർച്ച് ട്രീ ക്രിയേറ്റ് ചെയ്യുക. എവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യുക? നമുക്ക് ഈ ട്രാവേഴ്സൽസ് തന്നിട്ടുണ്ടെങ്കിൽ ബൈനറി സെർച്ച് ട്രീ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ട്രാവേഴ്സൽസ് തന്നിട്ടുണ്ടെങ്കിൽ ബൈനറി സെർച്ച് ട്രീ ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് എത്ര ട്രാവേഴ്സൽസ് ഉണ്ട്? 3 ട്രാവേഴ്സലുണ്ട്. ഇത് 3 കൂടെ വേണം എന്നില്ല, 2 എണ്ണം വേണം. മിനിമം 2 ട്രാവേഴ്സൽസ് ഉണ്ടെങ്കിൽ നമുക്ക് ബൈനറി സെർച്ച് ട്രീ, അതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി സെർച്ച് ട്രീ ക്രിയേറ്റ് ചെയ്യാം. നമുക്കിവിടെ 3 എണ്ണം ഉണ്ട്, അതിൽ 2 എണ്ണം ഉണ്ടെങ്കിൽ ട്രീ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ അതിലൊന്ന് ഇനോർഡർ ട്രാവേഴ്സൽ ആയിരിക്കണം. അതായത് ഇനോർഡർ ട്രാവേഴ്സലും പ്രീ ഓർഡർ ട്രാവേഴ്സലും കൂടെ തന്നാൽ നമുക്ക് ട്രീ ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇനോർഡർ ട്രാവേഴ്സലും പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സലും കൂടെ തന്നാലും ട്രീ ക്രിയേറ്റ് ചെയ്യാം. മനസ്സിലായല്ലോ? പ്രീ ഓർഡറും പോസ്റ്റ് ഓർഡറും കൂടെ തന്നാൽ ട്രീ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഇനോർഡറും പ്രീ ഓർഡറും കൂടെ തരുന്നു എന്ന് വിചാരിക്കും. അപ്പോൾ ഇത് രണ്ടും. അപ്പോൾ ആദ്യം എഴുതേണ്ടത് നമ്മുടെ പ്രീ ഓർഡർ ട്രാവേഴ്സലാണല്ലോ തരുന്നത്. അപ്പോൾ പ്രീ ഓർഡർ ട്രാവേഴ്സൽ എഴുതുക. അതിൻ്റെ താഴെ ഇനോർഡർ ട്രാവേഴ്സൽ എഴുതുക. ഇനോർഡർ ട്രാവേഴ്സൽ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇനി നമ്മുടെ ഈ ബൈനറി സെർച്ച് ട്രീയുടെ ട്രാവേഴ്സലിലെ ചില ഒരു പ്രോപ്പർട്ടിയാണ് പറയാൻ പോകുന്നത്. പ്രീ ഓർഡർ ട്രാവേഴ്സൽ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ നോഡായിരിക്കും ട്രീയുടെ റൂട്ട്. ഏത് പ്രീ ഓർഡർ ട്രാവേഴ്സൽ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ നോഡായിരിക്കും അതിൻ്റെ റൂട്ട്. ഇനി പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സലാണെങ്കിൽ അവസാനത്തെ നോഡായിരിക്കും റൂട്ട്. അങ്ങനെയാണെങ്കിൽ ഇനോർഡർ ട്രാവേഴ്സലാണെങ്കിലോ റൂട്ട്, അതായത് നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കി റൂട്ട് കെ ആണ്. കെയുടെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള എലിമെൻറ്റ്സ് എല്ലാം ലെഫ്റ്റ് സബ് ട്രീയിലും റൈറ്റ് സൈഡിലേക്കുള്ള എലിമെൻറ്റ്സ് എല്ലാം റൈറ്റ് സബ് ട്രീയിലും ആയിരിക്കും. ഓക്കെ. അപ്പോൾ പ്രീ ഓർഡറും പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ തന്നു കഴിഞ്ഞാൽ റൂട്ട് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പ്രീ ഓർഡർ ട്രാവേഴ്സലിൽ ഏറ്റവും ആദ്യത്തെ എലിമെൻ്റാണ് റൂട്ട്, പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സലിലെ ഏറ്റവും അവസാനത്തെ എലിമെൻ്റാണ് റൂട്ട്. ഓക്കെ. എന്നിട്ട് ഇനോർഡർ ട്രാവേഴ്സലും കൂടെ തന്നാൽ ട്രീ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് എങ്ങനെ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഏതെഴുതി? പ്രീ ഓർഡർ ട്രാവേഴ്സൽ എഴുതി, ഇനോർഡർ ട്രാവേഴ്സൽ എഴുതി. പ്രീ ഓർഡർ ട്രാവേഴ്സൽ നോക്കിയിട്ട് അതിൽ നിന്ന് റൂട്ടിനെ കണ്ടുപിടിക്കണം. അതിനെ ഇനോർഡർ ട്രാവേഴ്സലിൽ മാർക്ക് ചെയ്യണം. അപ്പോൾ കെ ആണ് നമ്മുടെ ഇനോർഡർ ട്രാവേഴ്സലിലെ റൂട്ട്. ഇനി കെയുടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും വരച്ച് ചേർക്കണം. ഏതൊക്കെയാണ്? കെയുടെ ലെഫ്റ്റ് സൈഡിൽ ഇനോർഡർ ട്രാവേഴ്സിൽ CIJ എന്നുള്ള എലിമെൻറ്റ്സ് ആണുള്ളത്. അതായത് ലെഫ്റ്റ് സൈഡിൽ CIJ ഉണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡിൽ ഏതുണ്ടായിരിക്കും? CIJ ഉണ്ടായിരിക്കും. ഏതാ CIJ? ഇനോർഡർ ട്രാവേഴ്സിൽ ഏത് ഓർഡറിലാണോ കിടക്കുന്നത് അതുപോലെ ഇവിടെ എഴുതി. ഇനി അതിൻ്റെ മുകളിൽ ഈ CIJ പ്രീ ഓർഡർ ട്രാവേഴ്സിൽ ഏത് ഓർഡറിലാണോ കിടക്കുന്നത് അത് അതുപോലെ എഴുതുക. ICJ. അതുപോലെ റൈറ്റ് സൈഡ് നമുക്ക് ഫില്ല് ചെയ്യണം. ഇനോർഡർ ട്രാവേഴ്സലിൽ കെയുടെ റൈറ്റ് സൈഡിലേക്കുള്ളതെല്ലാം അതുപോലെ എഴുതുക. MQS. അത് കഴിഞ്ഞിട്ട് സെയിം പ്രീ ഓർഡർ ട്രാവേഴ്സലിൽ ഈ പറഞ്ഞ MQS ഏത് ഓർഡറിലാണെന്ന് നോക്കണം. QMS എന്നാണ്. അങ്ങനെ തന്നെ എഴുതുക. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇത് വീണ്ടും ഒരു പ്രീ ഓർഡർ ട്രാവേഴ്സലും ഇതൊരു ഇനോർഡർ ട്രാവേഴ്സലുമാണ്. ഇത് വീണ്ടും പ്രീ ഓർഡർ ട്രാവേഴ്സൽ, ഇത് ഇനോർഡർ ട്രാവേഴ്സൽ. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഇനോർഡർ പ്രീ ഓർഡർ ട്രാവേഴ്സൽ തന്നാൽ നമുക്ക് അറിയാൻ പറ്റും എന്താണ് ഏറ്റവും ഇടതുവശത്തുള്ള നോഡ് എടുത്തു കഴിഞ്ഞാൽ അതാണ് റൂട്ട് എന്നറിയാം. ആ റൂട്ടിനെ എവിടെ മാർക്ക് ചെയ്യണം? ഇനോർഡർ ട്രാവേഴ്സലിൽ മാർക്ക് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കുള്ള എലിമെൻറ്റ്സ് വരച്ച് ചേർക്കുക. ലെഫ്റ്റിലേക്ക് എന്ന് പറയുന്നത് C മാത്രമേ ഉള്ളൂ, റൈറ്റിലേക്ക് J. ഇവിടെ അതുപോലെ ചെയ്യാം. Q ആണ് റൂട്ട് നോഡ്. അപ്പോൾ Q മാർക്ക് ചെയ്തു. എന്നിട്ട് MS. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രീ എന്ന് പറയുന്നത്. ട്രീ എങ്ങനെ വരയ്ക്കാം? KI
ഐ ക്യു സി ജെ എം എസ്. ഇത് തന്നെയല്ലേ നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത്, നമ്മുടെ ട്രീ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ?